നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ 5 പ്രഖ്യാപനങ്ങളായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി, ചരിത്രപരമായ എന്നൊക്കെ പറയാൻ പറ്റുന്ന 5 പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതായത് പുതിയുഗ യാത്രയുടെ സമാപനവും അതിനോടനുബന്ധിച്ചുള്ള ലോഞ്ചിങ്ങുമാണ് പ്രകടന പത്രിക എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് ഓൾ ഓവർ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു സുഖം തോന്നും. കൊള്ളാമല്ലോ, രാഹുൽ ഗാന്ധി ഇങ്ങനെ പലതും പ്രഖ്യാപിച്ചു, ഇതൊക്കെ നടപ്പിലാക്കി കാണുമല്ലോ, നടപ്പിലാകുമല്ലോ എന്നൊക്കെ ഒരു ധാരണ നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് മുളപൊട്ടി വരും. ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാനിരിക്കുന്ന, ഇടതുപക്ഷത്തിന് വേണ്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം സംഘടിപ്പിക്കണം, എന്തൊക്കെ കൊണ്ടുവരണം, ആ പ്രകടന പത്രികയൊക്കെ നോക്കിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഷോക്കായി പോകും. ഒരു പിണറായി 3.0 എന്ന് പറയുന്ന ഒരു മോഹത്തിലേക്കൊക്കെ നടക്കുന്നവർക്ക് തീർച്ചയായും ഇതൊരു ഇരുട്ടടിയായി മാറാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല, നമ്മുടെ പഴകുളം മധു പറഞ്ഞ പോലെ പ്രഖ്യാപിച്ചതേ ആളിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് രാജീവ് ഗാന്ധി എന്നാണ്. ശരി, ഇതേ രാജീവ് ഗാന്ധി തന്നെയാണല്ലോ രാജ്യത്ത് RSSന് വഴിവെട്ടിയത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ കുറേ കാലമായി ഇങ്ങനെ കോൺഗ്രസിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കണം. ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ കോൺഗ്രസ് വിവിധ സംസ്ഥാനങ്ങളിൽ പരാജയപ്പെടുന്നതിന് കാരണഭൂതനായി മാറിയ ഒരു വ്യക്തി എന്ന് നമ്മൾ ആലോചിക്കണം. ഇതേ വ്യക്തിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ തന്നെയാണല്ലോ ഒപ്പമുണ്ടായിരുന്ന ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ തീഹാർ ജയിലിലേക്ക് പറഞ്ഞുവിടാനുള്ള പരാതി ഉയർത്തിയത് എന്നും ആലോചിക്കണം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ആലോചിക്കണം. ഇതേ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ നിരവധിയായ ആളുകൾ കോൺഗ്രസ് വിട്ടിട്ട് BJPയിലേക്ക് അഭയം പ്രാപിച്ചത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ കേരളത്തിലെ വയനാട് നിന്ന് MP ആവുകയും തുടർന്ന് അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ആ ജനങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് 1 രൂപ പോലും നൽകാതിരുന്നത് എന്നും ആലോചിക്കണം. ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ ഉത്തരേന്ത്യയിൽ പല ആവർത്തി നിന്ന് പരാജയപ്പെട്ടിട്ടൊടുവിൽ ജയിക്കാനുള്ള മോഹവുമായി കേരളത്തിലേക്ക് വന്നത് എന്നും ആലോചിക്കണം. ഇതേ രാഹുൽ ഗാന്ധിയാണല്ലോ കുറേ കാലത്തിന് മുൻപ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ 72,000 രൂപ ഒരു കുടുംബത്തിന് പ്രതിവർഷം കിട്ടുന്ന ഒരു പദ്ധതി ന്യായ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തും കേരളത്തിലും ഒക്കെ അവതരിപ്പിച്ചത്. നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ കർണാടകയിലും അതോടൊപ്പം തെലങ്കാനയിലുമൊക്കെ അവതരിപ്പിച്ച് പാളിപ്പോയ, അല്ലെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കുകയും അവർക്ക് നഷ്ടമാവുകയും ചെയ്ത, അല്ലെങ്കിൽ നഷ്ടം മാത്രം ബാക്കിയാവുകയും ചെയ്ത ചില പദ്ധതികളുമായി കേരളത്തിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പം നിരവധി കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു 5 കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഇവിടെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കേൾക്കുമ്പോൾ കൊള്ളാം എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതേ KSRTC തന്നെയാണ് അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിൽ നിൽക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് മുൻ KSRTC മന്ത്രി, അതായത് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ്. അപ്പോൾ അങ്ങനെ ഒരു കാലം KSRTCക്ക് ഉണ്ടായിരുന്നു. ഇന്ന് KSRTC ലാഭത്തിലോടുന്ന ഒരു കാലത്തിലേക്ക് എത്തി. അതായത് ടിക്കറ്റിതര വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ KSRTCയിലേക്ക് വന്നു കയറി തുടങ്ങി. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ക്രെഡിറ്റ് പറ്റാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സൗജന്യ യാത്ര അനുവദിക്കണം. ഇതിനു മുൻപ് നമുക്കറിയാം KSRTCയിൽ സൗജന്യം ലഭിക്കേണ്ടവർക്ക് സൗജന്യം നൽകി തന്നെയാണ് ഇപ്പോൾ ബസ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ത്രീകൾക്ക് സൗജന്യം നൽകേണ്ടതുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അവിടെ നമുക്കറിയാം ഒരു ബസ്സിൽ ഇതിനായിട്ട് പോകുന്നവർ, RCCയിൽ ചികിത്സയ്ക്കായിട്ട് പോകുന്നവർ, അതല്ലെങ്കിൽ ഡയാലിസിസിനായി പോകുന്നവർ, ബസ്സിൽ അവർക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണ് എന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെയുള്ളവർക്ക് സൗജന്യ യാത്ര സൂപ്പർഫാസ്റ്റ് ബസ് വരെ നൽകുന്നുണ്ട്. അതുപോലെ എല്ലാ മാസവും ശമ്പളം കൃത്യമായി മേടിക്കുന്ന സ്ത്രീകൾക്ക് നൽകണോ എന്നുള്ള കാര്യവും നമ്മൾ ആലോചിക്കണം. എല്ലാ മാസവും കൃത്യമായി 40, 30, 50 രൂപ, 50,000 രൂപ വരെ ശമ്പളമായി വാങ്ങുന്ന സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര അനുവദിക്കണോ സൗജന്യമായി? വേണ്ട. സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവർക്ക് മതി. അപ്പോൾ ഇത് വെറുതെ അവിടെ നിതീഷ് കുമാർ ബീഹാറിൽ നടപ്പിലാക്കിയ പോലുള്ള ചില ഗിമിക്സ് ആണ് ഇത് എന്ന് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കേണ്ടി വരും. പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ വരെ, ഇതിൻ്റെ ഗുണം ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് 10,000 ചില്ലുവാനും കോടി രൂപയുടെ ആരോഗ്യരംഗത്ത് പണം മുടക്കിയിരിക്കുകയാണ്, പദ്ധതി വിഹിതത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. ആ നിലയ്ക്ക് ഏകദേശം 17,000 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ഈ ഇൻഷുറൻസ് ഇവിടുത്തെ കുടുംബങ്ങൾക്ക് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ
ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, ഇതിനൊക്കെ പ്രീമിയം അടയ്ക്കണമല്ലോ. അപ്പോൾ ആ പ്രീമിയം സർക്കാർ അടച്ചു കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഗുണഭോക്താക്കളായി അക്ഷരാർത്ഥത്തിൽ മാറുന്നത് ആരാണെന്നറിയോ? ആൾക്കാരല്ല. അവരവിടെ പോയി ചികിത്സ നേടുന്നു, അവർ ചികിത്സ നേടി പുറത്തേക്ക് വരുന്നു. ഗുണഭോക്താവ്, ഒന്നാമത്തെ ഗുണഭോക്താവ് അവരായി. രണ്ടാമത്തെ ഗുണഭോക്താവ് ആരെന്നറിയോ? അതായത് ഈ തുക കിട്ടുന്നത്. അപ്പോൾ ഈ തുക 25 ലക്ഷമാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു വർഷം ഹോസ്പിറ്റലിൽ പോയി ചിലവാക്കുന്നത് 10-12 ലക്ഷം രൂപയാണെന്ന് നമ്മൾ കരുതുക. അങ്ങനെയാണെങ്കിൽ 25 ലക്ഷം രൂപ തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നത് നമ്മളുടെ വിദേശ കോർപ്പറേറ്റുകൾ വന്ന് നമ്മളെ വാങ്ങിച്ചു കൊണ്ടുപോയ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല സ്വകാര്യ ആശുപത്രികളുമാണ്. അപ്പോൾ സ്വാഭാവികമായും വിദേശ കമ്പനികൾ മുതൽ മുടക്കി കച്ചവടമാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഗുണഭോക്താക്കൾ. അതായത് കൃത്യമായി ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും 25 ലക്ഷം രൂപ പിടുങ്ങിയെടുക്കാൻ ഇവരെ കൊണ്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ അതുകൊണ്ട് ഈ അവർക്ക് അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് 8,000-ൽ പരം കോടി രൂപയുടെ സൗജന്യ ചികിത്സ നമ്മളുടെ ഈ കേരളക്കാർക്ക് ഈ പറയുന്ന പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും, നമ്മുടെ സർക്കാരിൻ്റെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും, ആശുപത്രികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയായി അവശേഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിലും വലിയ കാര്യമൊന്നും പറയാനൊന്നുമില്ല. പിന്നെ 3,000 രൂപയൊക്കെ ആയിട്ട് പെൻഷൻ ഉയർത്തുന്ന കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ 3,000 രൂപ പെൻഷനുണ്ട്, പെൻഷനിലേക്ക് എത്തും ഉടൻ തന്നെ. അത് ഇപ്പോൾ പിന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ സമയത്ത് ഇപ്പോൾ 2,000 രൂപ പെൻഷനാണ്. ഇനിയിപ്പോൾ അത് 3,000-ലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരിനെയോ അല്ലെങ്കിൽ ഇടതു സർക്കാരിനെ കൊണ്ട് വളരെ ഈസിയായി നടക്കുന്ന കാര്യമാണ്. അത് എളുപ്പത്തിൽ നടക്കും. എളുപ്പത്തിൽ നടക്കുക എന്ന് മാത്രമല്ല, ഇപ്പം 2,000 എന്ന് പറയുന്നൊരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. 600 എന്ന് പറയുന്നിടത്തു നിന്ന് 1,400 എന്ന് പറയുന്ന വലിയൊരു എമൗണ്ടിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്ന ഈ നിലവിലുള്ള ഇടതു സർക്കാരിന് 2,000-ൽ നിന്ന് 3,000-ലേക്ക് എത്തിക്കാൻ അത്രയും പാടില്ല. അത് വേറൊരു കാര്യമാണ്. അത്രത്തോളം ആയാസകരമായ ഒരു പ്രവൃത്തിയല്ല സംസ്ഥാന സർക്കാർ, നിലവിലുള്ള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സംസ്ഥാന സർക്കാർ ചെയ്തു വെച്ച കാര്യങ്ങൾ നാളെ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ ഈ ഇതിലേക്ക് എത്തുമ്പോൾ. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസം നടത്തുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് 1,000 രൂപ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരെ എത്തി നിൽക്കുമ്പോൾ, ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 1,000 രൂപ കൊടുക്കുന്ന ഒരു കണക്റ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ ഇടതുപക്ഷക്കാരെ ചെയ്തു വെച്ച, അല്ലെങ്കിൽ സർക്കാർ ചെയ്തു വെച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മേലെ നിന്നുകൊണ്ട് പുതിയൊരു പദ്ധതിയിലേക്ക് ഈ സൗജന്യ യാത്ര കാരണം ശക്തി എന്ന് പറഞ്ഞ പേരിൽ കർണാടക സർക്കാർ തുടങ്ങിയ ആ ഒരു പദ്ധതി ലേശം 1,200 കോടിക്ക് മുകളിൽ നഷ്ടത്തിൽ നിൽക്കുകയാണ് അവിടുത്തെ കർണാടകയിലെ KSRTC. അപ്പോൾ ഇങ്ങനെ പലയിടത്തും തുടങ്ങി ഫ്ലോപ്പായ ഒരു പദ്ധതിയാണിത്. ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അധിക ബാധ്യത ഉണ്ടാക്കി വെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സൗജന്യ യാത്ര കൂടുമ്പോൾ സൗജന്യ യാത്രക്കാരുടെ എണ്ണവും കൂടും. തെക്കൻ ജില്ലകളിലെ KSRTC ഇത് വല്ലാതെ ബാധിക്കുകയും ചെയ്യും. വടക്കോട്ട് വലിയ കുഴപ്പമില്ല, കാര്യം അവരെ വടക്കോട്ടുള്ളവരെല്ലാം കൂടുതലും സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. ഇത് തെക്കോട്ട് വരുമ്പോൾ സ്വകാര്യ ബസ്സുകളെ അത് ബാധിക്കുകയും ചെയ്യും. അങ്ങൊരു പ്രശ്നമുണ്ട്. KSRTCയെ പരമാവധി എല്ലാവരും ഗുണകരമായി കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, KSRTCയിലെ ലോക്കൽ ബസ്സുകളിലായിട്ടാണോ ഇനി അഥവാ ഫാസ്റ്റ് മുതൽ സൂപ്പർ ഫാസ്റ്റോ അല്ലെങ്കിൽ മിന്നൽ ബസ് വരെയുള്ള ബസ്സുകളിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ കിട്ടുന്ന എല്ലാ ബസ്സുകളിലും ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഭരിച്ച് നഷ്ടമാക്കി വെച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തെ വലുതാക്കി ഒരു ലാഭം കിട്ടുന്ന തരത്തിലേക്കാക്കി മാറ്റിയപ്പോൾ എങ്ങനെയും ഇനി ആ മുടിച്ച് പണ്ടാരമടക്കി കളയാം എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഇത്തരം ഒരു തീരുമാനം വന്നതെന്ന് ആർക്കും കണ്ണടച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ പിന്നെ ആശ്വാസകരമായ മറ്റൊരു കാര്യം, ഇത് കോൺഗ്രസ് ആണെന്നും ഈ കോൺഗ്രസ്സുകാരെ കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും കൂടില്ല എന്നുള്ള കാര്യവും നമ്മുടെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇതൊന്നും വലുതായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയത് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിക്കും. നിരവധി വാഗ്ദാനങ്ങളുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ഇനി നടപ്പിലാക്കാനുള്ളത്. ഇപ്പോൾ 1 രൂപയുടെ അരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ അരി എല്ലാവർക്കും കിട്ടിയോ? ഇല്ല. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവന്നു, അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഗുണപ്പെട്ടതായിട്ട് വല്ല പിടിയുണ്ടോ? അപ്പോഴാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു. ഈ പല പദ്ധതികളും ജനങ്ങൾക്കിടയിലേക്ക് എത്തിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അന്ന് ഒരുപാട് അഴിമതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ പദ്ധതികൾ ഒന്നും നമ്മുടെ കേരളത്തിൽ നടപ്പിലാകില്ല എന്നും അത് നടപ്പിലാക്കാൻ കോൺഗ്രസ്സുകാരെ കൊണ്ട് കഴിയില്ല എന്നും നമുക്കറിയാം. പിന്നെ മറ്റൊരു കാര്യം, പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് എൻ്റെ പൊന്നു VD സതീശൻജി, നിങ്ങൾ എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള വലിയ പിന്നെന്താ പറയുക ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നുള്ളത് കൂടി വ്യക്തമാക്കണം. അതും സാധാരണക്കാരന് അറിയാൻ ഒരു വല്ലാത്ത ആകാംക്ഷയും ആഗ്രഹവും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ
ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.